അതിന് എനിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടായിരിക്കുമോ, അത് എല്ലാവർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടോ, എനിക്കറിയില്ല. പക്ഷെ ഉള്ളൊരു പ്രശ്നം, എനിക്ക് പടം ഫുള്ളായിട്ട് അങ്ങോട്ട് കത്തിയില്ല. ടൈം ട്രാവലിംഗ് ആണെന്ന് മനസ്സിലായി കുറേയൊക്കെ, പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഹായ്, പാത്തുവാണേ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ 2026 ഞാൻ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടിട്ടില്ല. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പം സോഷ്യൽ ആൻസൈറ്റി ആയിരിക്കാം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതായിരിക്കാം, പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ അതെനിക്ക് എൻ്റെ കോൺഫിഡൻസിൽ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അപ്പോഴ് എൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലൊരു സാധനമായിരുന്നു തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി ഒരു പടം കാണുക എന്നുള്ളത്. ഓക്കെ, ശരി, എങ്കിൽ നമുക്ക് ആട് 3 തന്നെ തിയേറ്ററിൽ പോയി കാണാമെന്ന്. ശരിക്കും എനിക്ക് നല്ല ആൻസൈറ്റി ഉണ്ട്. ഞാൻ എങ്ങനെയായിരിക്കും അത്രയും വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യാം, ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് തന്നെ കുറെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും പോയിരിക്കും. അപ്പോഴ് എന്നെ പോലെ ഇതുവരെയും തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി പടം കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അറിയാമല്ലോ ആരൊക്കെയാണെന്ന്. അങ്ങനെ ആദ്യത്തെ എൻ്റെ മൂവി ഡേറ്റ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് പക്കയായിരുന്നു. വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല കോൺഫിഡൻസ് ഉള്ളതുപോലെ ഞാൻ അഭിനയിച്ച് പോയിരുന്നു പടം കണ്ടു. ആടത്തിൽ അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. പക്ഷെ ഉള്ളൊരു പ്രശ്നം, എനിക്ക് പടം ഫുള്ളായിട്ട് അങ്ങോട്ട് കത്തിയില്ല. ടൈം ട്രാവലിംഗ് ആണെന്ന് മനസ്സിലായി കുറേയൊക്കെ, പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിന് എനിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടായിരിക്കുമോ, അത് എല്ലാവർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടോ, എനിക്കറിയില്ല. പക്ഷെ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല മൂവിയാണ്. എനിക്ക് ചിലപ്പം മനസ്സിലാവാത്തതായിരിക്കും. ഫസ്റ്റിൻ്റെ മൂവി ഡേറ്റ് അടിപൊളിയായിരുന്നു, നൈസായിരുന്നു.